വെൽക്കം ബാക്ക് ടു ടൈംസ് ഇംഗ്ലീഷ്. നമ്മൾ ഇന്നൊരു പുതിയ സെക്ഷനിലോട്ട് കടക്കുകയാണ്. ഡിഫ്തോങ്. നമ്മൾ ഇത്രയും നാളെ കണ്ടുകൊണ്ടിരുന്നത് വൗൾ സൗണ്ടുകളാണ്. മോണോഫ്തോങ് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ആ ഒരു 12 എണ്ണം ഓർക്കണം. നമ്മൾ വൗൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ വൗൾസ് ലെറ്റേഴ്സിനെ കുറിച്ചാണ് എപ്പോഴും ഓർക്കുന്നത്. A-E-I-O-U അങ്ങനെ 5 എണ്ണം മാത്രമല്ല, അത് ലെറ്റേഴ്സ് മാത്രമാണ്. സൗണ്ടുകൾ വരുമ്പോഴത്തേക്ക് 12, 8, 20 വോൾ സൗണ്ട്സുകളാണ്. നമ്മൾ മോണോഫ്തോങ്സ് കവർ ചെയ്ത് കഴിഞ്ഞു. മോണോഫ്തോങ് എന്ന് പറയുന്നത് നാവ് ഒരേ പൊസിഷനിൽ നിൽക്കുകയാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഒരൊറ്റ സൗണ്ട്, ഒരൊറ്റ മൂവ്മെന്റ്, അതിനെ പറയാം മോണോഫ്തോങ്. എന്നാൽ നമ്മൾ ഡിഫ്തോങ്ങിലേക്ക് കടക്കുകയാണ്. നാവ് 2 രീതിയിൽ ഗ്ലൈഡ് ചെയ്യും. ഒന്നിൽ തുടങ്ങി വേറൊന്നിലേക്ക് നമ്മുടെ നാവ് ഗ്ലൈഡ് ചെയ്യും. അതിനെ പറയാം ഡിഫ്തോങ്. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യത്തെ ഡിഫ്തോങ് നമ്മൾ കാണുകയാണ്. ഇയർ. ഇയർ. ഇതിനകത്ത് പ്രത്യേകിച്ച് നമുക്ക് പഠിക്കാനൊന്നുമില്ല. നമ്മൾ ഒരിക്കലും വൗൾ സൗണ്ട്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഇത് ഡിഫ്തോങ് എന്ന് വിളിക്കുന്നത്? 2 വൗൾ സൗണ്ടുകൾ മെർജ് ചെയ്തതാകുന്ന സ്വരത്തിനെയാണ് ഡിഫ്തോങ് എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് 2 വൗൾസ്, they are called diphthongs. അപ്പൊ 2 വൗൾ സൗണ്ടുകൾ ഇങ്ങനെ കൂട്ടിച്ചേർക്കുമ്പോഴുണ്ടാകുന്ന ഒരു ഗ്ലൈഡ്, അതിനെ പറയാം ഡിഫ്തോങ്. ആദ്യം തന്നെ നമ്മൾ കാണുന്ന ഈ സ്വരമാണ് ഇയർ. ഇയർ. ഇയർ എന്നുള്ള ഡിഫ്തോങ്ങില് പല സ്പെല്ലിങ്ങുകളിൽ വാക്കുകൾ വരാറുണ്ട്. അതിൽ ആദ്യത്തെ ഒന്നാണ് ഇ എന്നുള്ള സ്പെല്ലിങ്ങിൽ വരുന്ന ഒരു വാക്ക്. പല വാക്കുകളുണ്ട്, അതിലൊന്നാണ് ഇത് ഇയർ. ഇയർ. ഇയർ റേസ്ഡ് ആണ്. അത് ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സോഫ്റ്റ്വെയറിൽ ഇങ്ങനെ റേസ്ഡ് ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല. പക്ഷെ നിങ്ങൾ ഓർക്കുക, അത് റേസ്ഡ് ആണ്. ഇയർ. അതിൽ ഡിയർ, ക്ലിയർ അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ട്. അടുത്തത് ഇ എന്നുള്ള സ്പെല്ലിംഗ് വരികയും എന്നാൽ ഇയർ എന്നുള്ള സ്വരം കിട്ടുകയും ചെയ്യുന്ന വാക്കുകളാണ് നമ്മൾ കാണുന്നത്. ഡിയർ. DEER. ഡിയർ. ഡിയർ. വീണ്ടും ERE എന്നുള്ള സ്പെല്ലിംഗ് വരികയും എന്നാൽ ഇയർ എന്നുള്ള സ്വരം കിട്ടുകയും ചെയ്യുന്ന വേറൊരു വാക്കാണ് ഹിയർ. ഹിയർ. വീണ്ടും ഇ എന്നുള്ള സ്പെല്ലിംഗില് ഇയർ എന്നുള്ള സ്വരം കിട്ടുന്ന വേറൊരു വാക്കാണിത് ഹിയറോ. ഹിയറോ. നമ്മള് പ്ലെയിൻ ആയിട്ട് ഹീറോ എന്ന് പറയാൻ പാടില്ല. ഹിയറോ. ഹിയറോ. ഇതുപോലെ തന്നെ വേറൊരു വാക്കാണ് സിയറോ. അത് സീറോ അല്ല, സിയറോ. സിയറോ. അപ്പൊ ഇയർ. അടുത്തത് EI എന്നുള്ള ലെറ്റർ വരികയും സ്പെല്ലിംഗ് വരികയും എന്നാൽ ഇയർ എന്നുള്ള സ്വരം കിട്ടുകയും ചെയ്യുന്ന വാക്കാണ് വിയേർഡ്. അതിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്? WEIRD. വിയേർഡ്. പറയുന്നത് വിയേർഡ്, ഉച്ചരിക്കുന്നത് വിയേർഡ്. അതിന്റെ അർത്ഥം എന്താ? സംതിങ് സൂപ്പർ നാച്ചുറൽ ഓർ അൺയൂഷ്വൽ, സ്ട്രേഞ്ച് എന്നുള്ള അർത്ഥത്തിലാണ് ഈ വാക്ക് വരുന്നത്. വിയേർഡ്. വിയേർഡ്. അടുത്തത് നേരെ തിരിച്ച് IE എന്നുള്ള സ്പെല്ലിംഗ് വരികയും എന്നാൽ ഇയർ എന്നുള്ള സ്വരം കിട്ടുകയും ചെയ്യുന്ന വാക്കാണ് കാഷ്യർ. കാഷ്യർ. അപ്പൊ ശ്രദ്ധിക്കുക, ഇയർ എന്നുള്ള ഡിഫ്തോങ്ങില് പല സ്പെല്ലിംഗില് ഈ ഇയർ എന്നുള്ള സ്വരം കീപ്പ് ചെയ്യുന്ന വാക്കുകളാണ് ഞാൻ ഇവിടെ നിരത്തിയത്. പഠിക്കുക. താങ്ക് യു സോ മച്ച്. ഇയർ എന്നുള്ള സ്വരത്തിന്റെ സാമ്പിൾ സൗണ്ടുകളിലൂടെ നമുക്കൊന്ന് കടക്കാം. EA എന്നുള്ള സ്പെല്ലിംഗിൽ വരികയും എന്നാൽ ഇയർ എന്നുള്ള സൗണ്ട് കിട്ടുകയും ചെയ്യുന്ന വാക്കുകളാണ് നമ്മൾ ആദ്യം കാണുന്നത്. ഇയർ. ക്ലിയർ. ഡിയർ. ഫിയർ. ഹിയർ. നിയർ. ടിയർ. ear. Appear. Beard. Gear. അടുത്തത് ഇ എന്നുള്ള സ്പെല്ലിംഗ് വരികയും എന്നാൽ ഇയർ എന്നുള്ള സ്വരം കിട്ടുകയും ചെയ്യുന്നത് ഡിയർ. career. Cheers. Cheers.
fear. E n j e n e r engineer. V o l e n t e r volunteer. വീണ്ടും e r e എന്നുള്ള സ്പെല്ലിംഗ് വരികയും എന്നുള്ള സ്വരം കിട്ടുകയും ചെയ്യുന്ന വാക്കുകളാണ്. h e r here, m e r mere, s e v e r severe, a t m e s f e r atmosphere. അപ്പോൾ അറ്റ്മോസ്ഫിയർ എന്ന് നമ്മൾ പറയരുത്, അറ്റ്മോസ്ഫിയർ. അടുത്തത് o s t e r austere, e n t e f e r interfere. അടുത്തത് e എന്നുള്ള സ്പെല്ലിംഗ് വരികയും എന്നുള്ള സ്വരം കിട്ടുകയും ചെയ്യുന്നത്. h e r o hero, z e r o zero, a l j e r e a Algeria, k r i t e r e a n criterion, e r a era. ഈറ എന്ന് പറയരുത്, ഈറ. ഇ ഖ സ് ഫ ഇ ർ ഇ അ ൻ സ് എക്സ്പീരിയൻസ്, ഇ ൻ ട് ഇ ർ ഇ അ ർ ഇന്റീരിയർ, മ അ ട് ഇ ർ ഇ അ ൽ മെറ്റീരിയൽ, ന ഐ ജ് ഇ ർ ഇ അ Nigeria, p e r e a d period, s e r e z series. വീണ്ടും അതേ സ്വരമാണ്, s e r e z series, b a k t e r e a bacteria. അടുത്തത് a e എന്നുള്ള സ്പെല്ലിംഗ് വരികയും എന്നുള്ള സ്വരം കിട്ടുകയും ചെയ്യുന്നത് v e d weird. വീണ്ടും i e എന്നുള്ള സ്പെല്ലിങ്ങിൽ സ്വരം കിട്ടുന്നത് ഖ a ഷ് ഇ ർ cashier, f e s fierce, f r a n t e r frontier, p e s i ng piercing. അപ്പോൾ ഇത്രയും സാമ്പിൾ വാക്കുകളാണ് കുട്ടികളെ പഠിപ്പിക്കുക. എൻ്റെ സ്പെല്ലിങ് പഠിക്കട്ടെ, വാക്കുകളുടെ ഉച്ചാരണം പഠിക്കട്ടെ, വാക്കുകൾ പഠിക്കട്ടെ. താങ്ക് യു സോ മച്ച്.